ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏസ്ഡ് ലൈഫ് ആൽക്കമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ 10th ക്ലാസ്സിൽ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ളത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര പേരങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഭ്രാന്തിയാണ്. മീൻസ് എന്ത് കിട്ടിയാലും ദാറ്റ്സ് എ മെമ്മറി എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു പേഴ്സണാണ്. എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വയ്ക്കും. എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വയ്ക്കുന്ന പറഞ്ഞാൽ മെമ്മറബിളായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ സൂക്ഷിച്ച് വയ്ക്കും. അത് എത്ര പേര് വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്കതൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാനൊരു ഡയറിയിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതാണിത്. കുറച്ച് പഴക്കമുണ്ട്. 10th എന്താ പോയി അറിയില്ല. ഇതിനകത്ത് 10th മാത്രമല്ല, അല്ലാതെ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെ തന്നെയാണെന്ന് എനിക്ക് തന്നെ ക്ലിയറായിട്ട് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. നേരത്തെയൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. മിസ് ദാറ്റ് മെമ്മറീസ്. എപ്പോഴും ഗുഡ് മെമ്മറീസൊക്കെ നമുക്കെപ്പോഴും പിന്നെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിരിക്കും, പിന്നെ ചിന്തിക്കുമ്പോൾ അത് ഇച്ചിരി സാഡാണ്. അതുകൊണ്ട് ഞാനിതങ്ങനെ തുറന്നു നോക്കാറില്ല. എന്നാലും നമുക്ക് നോക്കാം. ഇതാണ് ഡയറി. ഇതൊരു പഴയ ഡയറിയാണ് കേട്ടോ. 2016 അങ്ങോട്ടൊരു ഡയറിയാണ്. അത് ഡയറി ഏതായാലും കാണാം. മെമ്മറീസ് ബുക്ക് മേലെ പനിയുണ്ട്. ഓക്കെ, അപ്പം ആദ്യം തന്നെ കുറച്ച് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. I am starting one again, one day at a time, on step, one breath at a time. I am lost without you, but I have decided it's time to find my daddy or not. Here I come. I purchase. I feel like or failure. I will just do it over and over again till I get it right. എന്താണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, എന്നാലും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത് ഞാനന്ന് സംഭവം തുടങ്ങുന്നത് 10ൻ്റെ പകുതി 9ൻ്റെ പകുതിക്ക് കൊണ്ടാണ് സംഭവം തുടങ്ങുന്നത്. ഇതാണ് ഡേറ്റൊക്കെ അവിടെ പിൻ ചെയ്തിട്ടുണ്ട്. 23/7/2024 ട്യൂസ്ഡേ. 2024 കേട്ടോ, കഴിഞ്ഞ വർഷമാണ്. അപ്പം 9ൻ്റെ പകുതിക്ക് അങ്ങനെയാണ്. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേണ്ട ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ ബാക്ക് ക്യാമറയിൽ കാണിക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഐ ഹാവ് ഫ്രണ്ട്സ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നിട്ട് അവരുടെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. സ്കൂൾ ഫ്രണ്ട്സ്, ട്യൂഷൻ ഫ്രണ്ട്സ്, താങ്ക് യു ഫ്രണ്ട്സ് ടു ഓൾ മെമ്മറീസ് ടു മീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ എൻ്റെ ഫേവറേറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അംബീഷൻ, ആക്ട്രസ്, ഫിലിം, അങ്ങനെ മൈ ഫേവറേറ്റ്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ Q&A ഇടുമ്പം ചെയ്യാം. ഓക്കെ, ഇത് ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഓരോരുത്തരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മൈ ഫ്രണ്ട്സിന്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങുന്നു, എനിക്കിങ്ങനെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി മാത്രമല്ല, എൻ്റെ ഒരു മെമ്മറീസിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നത്. എനിക്ക് ഓരോരുത്തരെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സീത, നിവേദ്യ, തമന്യ, അവരുടെയൊക്കെ ഇരട്ടപ്പേരുകൾ. അന്ന് എന്താണെന്ന് എനിക്കറിയത് ഭ്രാന്തായിരുന്നു.
എന്നിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഡയറി പോലെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചെന്ന ചോക്ലേറ്റ്, അതിന് വാങ്ങിച്ചെന്ന ആദ്യ ധ്വനി എന്നാണ് പേര്. അവൻ എനിക്ക് വാങ്ങിച്ചെന്നൊരു ഡയറി മിൽക്കിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫെറോ റോഷൻ, ആദ്യമായിട്ട് ഞാൻ ഫെറോ റോഷനൊക്കെ കഴിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ദുബായിലുള്ള അങ്കിളുണ്ട്. ആ അങ്കിൾ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ചോക്ലേറ്റൊക്കെ കഴിക്കുന്നത്. എനിക്ക് അങ്കിൾ തന്നിട്ടുണ്ട്. ഫെറോ റോഷനാണ് അന്ന് ആ അങ്കിൾ കൊണ്ടുവന്നത്. ആ വീട്ടുകാർ തന്നിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ, ആ നെയ്ബേഴ്സ് തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫെറോ റോഷൻ കഴിക്കുന്നത്. ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ആ നെയ്ബേഴ്സാണ് എനിക്ക് തരുന്നത് ആദ്യമായിട്ട് ഫെറോ റോഷൻ. അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയുടെ ചോക്ലേറ്റിൻ്റെ, നിവേദിയയുടെ ബർത്ത്ഡേയുടെ ചോക്ലേറ്റിൻ്റെ കവർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ 10th മാത്രമല്ല, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാഹിത്യമുണ്ട്, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല. പിന്നെ കുറച്ച് എന്തൊക്കെയാണോ കാണിച്ച് വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു നോട്ട്, അത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ വർഷമാകുമ്പോൾ ന്യൂ ഇയറിനൊക്കെ കുറേ ഗോൾസൊക്കെ എഴുതും. പക്ഷെ അതൊന്നും ചെയ്യാറില്ല. അതൊക്കെ എഴുതിച്ചിട്ടുണ്ട്, ഇന്നത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വായിക്കുകയില്ല. പിന്നെ എൻ്റെ ലൈഫിലെ മെമ്മറബിളായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ തള്ളി മറിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ വായിച്ചാൽ പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ട് കിടക്കേണ്ടി വരും നാളെ തൊട്ട്. എനിക്കറിയില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ 2024 ഓണം ബോറാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സത്യമായിരുന്നു ഗൈസ്, ബോറായിരുന്നു. ഒരു പരിപാടി ഇല്ലായിരുന്നു. ചുമ്മാ വീട്ടിൽ നിന്ന് കുത്തിയിരുന്ന് തീർത്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയുടെ ഒരു കവർ, ഹാപ്പി ബർത്ത്ഡേ ഹെപ്സിബയുടെയാണ്. ഹെപ്സിബ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടേ, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് മെമ്മറബിളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, എൻ്റെ സ്കൂളിൽ ഞാൻ ഗൈഡ്സിനുണ്ടായിരുന്നു. അപ്പം ആ ഗൈഡ്സിന് ഉള്ള സമയത്ത് നമുക്ക് 2ആയിട്ട് മെടഞ്ഞ് പിന്നി മടക്കി റിബൺ വെച്ച് കെട്ടണം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു റിബണാണ് ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും പ്രീഷ്യസായിട്ട് കരുതുന്നത്, ഞാൻ ബാസ്കറ്റ്ബോളിലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ ബാസ്കറ്റ്ബോളിലൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സാധനത്തിന് പോയി ചേർന്നിട്ട്, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡയറിക്കകത്ത് ബാക്കിൽ ഇങ്ങനെ ഒരു വർഷത്തെ അച്ചീവ്മെൻറ്റ്സ്, അതായത് ആ സ്കൂളിൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സൊക്കെ നമ്മളിങ്ങനെ ഡയറിയുടെ ബാക്കിൽ അവർ ഇങ്ങനെ കൊടുക്കും, ഫോട്ടോസായിട്ട് കൊടുക്കും. ഇന്നേ വരെ ഞാനിങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നമ്മുടെ ഫോട്ടോ വരുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ആ 10th അതായത് 10ൽ അവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഡയറിയിൽ ബാക്കി വന്നൊരു ഫോട്ടോ ഉണ്ട്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത് ഞാൻ അതിനകത്ത് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. മൈ ബ്യൂട്ടിഫുൾ അച്ചീവ്മെൻറ്റ് അവർ സ്കൂൾ വിന്നർ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോളിന് പോയിട്ട് ഞങ്ങൾക്ക് ടീമിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു, ജയിച്ചായിരുന്നു. അപ്പം അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്കുണ്ടായത്. പിന്നെ അസംബ്ലിയിലൊക്കെ വന്ന് വിളിച്ചു മെഡലൊക്കെ തന്നു. അതൊക്കെ ഭയങ്കര ഒരു മെമ്മറബിളാണ്.
പിന്നെ എൻ്റെ മൈ ബെസ്റ്റ് ഫ്രണ്ട് 10th എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ആലിയ ഷറഫുദ്ദീൻ. അപ്പം അവൾ എനിക്ക് എഴുതുന്ന ഒരു ലെറ്ററുണ്ട്. ആ ലെറ്റർ ഞാൻ കുറച്ച് എസ്തെറ്റിക്കാക്കാൻ വേണ്ടി ഇച്ചിരി കത്തിച്ചു. പക്ഷേ ഞാനതങ്ങനെ ഒട്ടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പം അവളിപ്പോൾ വേറെ സ്കൂളിലാണ്. പ്ലസ് വൺ ആകുമ്പോൾ നമുക്ക് പല പല സ്കൂളിലൊക്കെ പോകേണ്ടി വരും. അവളിപ്പോൾ വേറെ സ്കൂളിലാണ്. പക്ഷെ എന്നാലും ഐ മിസ് ഹർ. യാ. പിന്നെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതായത് എൻ്റെ ഒരു LKG തൊട്ട് 10 വരെ ചെറിയ 2-3 വർഷം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും 10 തൊട്ട് ഒരു 7-8 വർഷം കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്. വൈകാവിധു എന്നാണ് പേര്. അപ്പം അവളെയും മറക്കാൻ പറ്റില്ല. അവളിപ്പോൾ വേറെ സ്കൂളിലാണ്. എൻ്റെ സ്കൂളിൻ്റെ തൊട്ട് മുകളിൽ ഉള്ളൊരു സ്കൂളിലാണ്. അപ്പം അവൾ എൻ്റെ ഒരു 10ലെ ഒരു എക്സാമിന് അവൾ എൻ്റെ ഒരു വാച്ച് അവളറിയാതെ പൊട്ടിച്ചതാണ്. പക്ഷേ അവൾ പൊട്ടിച്ചതായതുകൊണ്ട് തന്നെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓടുന്നില്ല വാച്ച്. അന്നൊക്കെ ഓടുന്നുണ്ടായിരുന്നു. പൊട്ടി കഴിയുമ്പോഴേ ഓടുന്നില്ല. നല്ലൊരു വാച്ചായിരുന്നു. അതവൾ പൊടിച്ചു. അപ്പോൾ അവിടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പം ചിരി വരുന്നുണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങൾ. പിന്നെ ലാസ്റ്റ് ഡേയ്സിലൊക്കെ ഞങ്ങൾക്ക് അവിടെ മറ്റേ ബിരിയാണിയൊക്കെ വെച്ച് തന്നായിരുന്നു സ്കൂളുകാർ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് മെമ്മറീസൊക്കെ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ എല്ലാവരും ഇവിടെ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ അന്ന് ഞാൻ ഓട്ടോഗ്രാഫൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സാൻഡി എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അവൾ എഴുതി സംഭവം. അവൾക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാതെ അവൾ പേപ്പറിൽ എല്ലാവർക്കും തന്നിട്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് എഴുതിക്കോളൂ, നിങ്ങൾ എഴുതിക്കോളൂ, ഓട്ടോഗ്രാഫിൽ എഴുതിക്കുന്ന പോലെ എഴുതി. ഞാൻ എഴുതി കൊടുത്തു, കോമഡിയായിട്ട് എഴുതി കൊടുത്തത്. അപ്പം അവൾ എനിക്ക് വേണ്ടി എഴുതി തന്നതാണ്. അതിലും കോമഡി. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇതിനകത്ത്. പിന്നെ ഇത് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വായിച്ചാൽ പിന്നെ തീർന്നു. ബൈ യുവേഴ്സ് സാൻഡിയ എന്നെഴുതി അവൾ തന്നിട്ടുണ്ട്. സാൻഡിയയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാവരെക്കുറിച്ചും എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നമ്മൾ 10th കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സാമിൻ്റെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാംസിൻ്റെയൊക്കെ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നായിരുന്നു. പക്ഷെ വിഷമം വരും നമുക്ക്. അത്ര ക്ലോസ് ആയിട്ടുള്ളവർക്ക് പ്ലസ് വണ്ണിലൊക്കെ അവർ മാറി പോകുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം ഞാൻ അങ്ങനെ സമയത്തൊക്കെ എഴുതിയ കുറേ നോട്ട്സാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഒരു കഫേയിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഷെഹിന എന്ന് പറയുന്നൊരു കുട്ടി എനിക്ക് മെമ്മറബിളായിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഫണ്ണി ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് നമുക്ക് കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഞാൻ അവസാനമായിട്ട് 10ൽ അവസാന എക്സാം വരെ എഴുതിയ ഒരു പേനയാണ്. അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പേനാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അവിടുന്ന് മറ്റേ മിസ്സൊക്കെ കളക്ട് ചെയ്ത് വന്ന സമയത്ത് അഥവാ ഒരു ടോയിലേക്ക് അവിടെ തറയിൽ കിടക്കും, അപ്പോഴത്തെ വീഴുന്നതാണ്. അപ്പം അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് മെമ്മറി എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് SLCയുടെ റിസൾട്ട് വന്നു. 6A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛനും വാങ്ങിച്ചത് കുറച്ച് ചോക്ലേറ്റ്സാണ്, ബബ്ലിയൊക്കെ. അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നെയ്ബർ എനിക്ക് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ബ്രദർ തന്നിട്ടുണ്ട്. എൻ്റെ ബ്രദർ സഞ്ജു,
ബ്രദറാണ്. അപ്പം അവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവനെ ആവുന്ന രീതിയിലുള്ള മുട്ടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് നടന്ന അബദ്ധങ്ങൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വിഷുവിന് കൈനീട്ടം കിട്ടിയത്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് പിന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, ഞാൻ CMS ട്യൂഷൻ സെൻ്ററിലാണ് പഠിച്ചത്, ടൗണിൽ തന്നെയുള്ള. അപ്പോൾ അവിടുത്തെ നോട്ടീസിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, 6A+ ഒരു ഫോട്ടോ. അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു പീസ് കുറേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കൂൾ മെമ്മറീസ് എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള മെമ്മറീസൊക്കെ ഉണ്ട്. അത് ഞാനൊരു ജനറൽ മെമ്മറി ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഡയറിക്കകത്ത്. പിന്നെ ഉള്ളത് വേറുണ്ട്, ഈ ഒരു ബാഗിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ 10th ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ലാസ്റ്റ് ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്തല്ലേ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ, പേര്, അതൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുക, നമ്മുടെ സൈൻ ഇടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറബിളാണ്. പിന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലെ ഡയറീസ് ഇത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. 3 ഡയറി ഉണ്ട്. 2022, 2023 വരെ, പിന്നെ 2024 to 2025, പിന്നെ 2023 to 2024. അപ്പം 3 വർഷത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹോൾ ടിക്കറ്റ്, 10th ഹോൾ ടിക്കറ്റ്, അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. പിന്നെ എൻ്റെ 10th ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, കൊടുക്കണം. 10th ഫോട്ടോ ഇത് കാണുമ്പം ഇത്ര പേര് നമ്മുടെ ഒരു വർഷം നമ്മളിവിടെ പഠിച്ചതായതുകൊണ്ടാണ് അതൊക്കെ ഇന്നലെ ഇന്നും കഴിഞ്ഞ പോലൊക്കെ തോന്നുന്നുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു 10th ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ബോറാന്ന് പറയും, പക്ഷേ എന്നാലും ആ സമയത്തൊക്കെ ഞാൻ പറയും എനിക്ക് ഭയങ്കര ബോറാണ്, ഇത് എന്തൊരു ബോറാണെന്നൊക്കെ പറയും. പക്ഷേ എന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എൻ്റെ ഞാൻ GRC ഗൈഡ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെൽറ്റൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്കാർഫ് ഇടുമ്പോൾ അത് ആ സാധനം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പം പല മെമ്മറീസും നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ മെമ്മറീസ്. ഇത് ഒത്തിരി ഉണ്ട്, വേറെ കുറേ ജനറലായിട്ടുള്ള മെമ്മറീസ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 10th മാത്രം നല്ലപോലെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം അടുത്ത ഞാൻ ജനറൽ മെമ്മറീസ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും, കമൻറ്റ് ചെയ്താൽ കാണിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ചെക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. അയ്യോ.